welcome to my channel. Today I am going to teach you real numbers. CBSE 10th class 10th standard. Okay, ആദ്യം നമുക്ക് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, അതായത് 1, 2, 3, 4, 5 എക്സെട്ര, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്. അത് നെക്സ്റ്റ് നമുക്ക് എന്താണ് പഠിക്കുന്നത്? ഹോൾ നമ്പേഴ്സ്. എന്താണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ 0 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ 0, 1, 2, 3, 4 എക്സെട്ര, അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? 0 കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ഇൻഡിജേഴ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ഇൻഡിജേഴ്സ് എന്താണ്? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരും. അതായത് അതായത് ഫോർ എക്സാമ്പിൾ അതായത് -3, -2, -1, 0, 1, 2, 3 എക്സെട്ര, ഇതൊക്കെ എന്താണ്? ഇത് ഒക്കെ ഇൻഡിജേഴ്സ് ആണ്. അതായത് ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ആ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. പിന്നെ ഈ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് നമ്മൾ അതിനെ എന്ത് പറയും? ഇൻഡിജേഴ്സ് എന്ന് പറയും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സാണ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2, π ഇതുപോലെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്തെന്ന്? റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുന്നത്, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആക്കി എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് പറയും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. 1/2, 2/3, 3/4 ഇങ്ങനെ എഴുതാൻ പറ്റുന്ന p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് പറയും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പം ഇതൊക്കെ കൂടെ ചേർന്നതാണ് എന്തെന്ന്? ഇതത് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇതൊക്കെ കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായാലും ഇതിന് നമുക്കൊരു നമ്പർ ലൈനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്പർ ലൈന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ 0 ഇട്ടു, ഇവിടെ 1, 2, 3 എക്സെട്ര, ഇവിടെ എന്ത് ചെയ്തു? -1, -2, -3, -4 ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് നമ്പർ ലൈൻസ്. ഇതിൽ നമുക്ക് റിയൽ നമ്പേഴ്സിന് നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എല്ലാം പെടും. അതായത് റാഷണൽ നമ്പേഴ്സ് പെടുന്നുണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് പെടുന്നുണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ. എന്താണ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ? അപ്പോൾ എന്താണ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത്? ഇത് 2 പോസിറ്റീവ് നമ്പറുകൾ എന്താണ് ഇതാക്കാനുള്ള ഡിവിഷൻ, അതായത് 2 പോസിറ്റീവ് നമ്പർ പങ്കുവയ്ക്കാനുള്ള രീതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഒരു ഫോർമുലയുണ്ട്, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണ്, അതിൻ്റെ ഇക്വേഷൻ ആണെന്തെന്ന്? A = BQ + R, 0 ≤ R എന്താണ്? B. ഇതിനെയാണ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത്. അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത് നമ്മൾ 2 പോസിറ്റീവ് നമ്പേഴ്സ്,
ഫോർ എക്സാമ്പിൾ അതായത് ഈ മെത്തേഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഇസ് എ മെത്തേഡ് ടു ഡിവൈഡ് ടു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2 പോസിറ്റീവ് നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എക്ക് പകരം 20 എന്നും ബിക്ക് പകരം 3 എന്നും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എയിനെ A/B, അതായത് നമ്മൾ 2 പോസിറ്റീവ് നമ്പേഴ്സാണ് എയും ബിയും എന്ന് പറയുന്നത്. A = B and 20 and B എന്ന് പറയുന്നത് 3, 2 പോസിറ്റീവ് നമ്പേഴ്സ്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 6 ആൻഡ് റിമൈൻഡർ എത്ര വരും, റിമൈൻഡർ = 2 വരും അല്ലേ. അപ്പോൾ റിമൈൻഡർ = 2 വരും. അപ്പോൾ ഇവിടെ ഇവിടെ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 20യും, അതായത് A is equal to 20 and B is equal to 3 and Q is equal to എന്താണ് 6 and R is equal to 2 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ ഇതിട്ട് നോക്കിയാൽ നമുക്കിത് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ നോക്കി നോക്കാമല്ലോ. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ് 20 ആണ്. 20 is equal to എന്താണ് ബി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 3 ആണ്. 3 ഇൻറ്റു Q എന്ന് പറയുന്നത് 6 പ്ലസ് എന്താണ് R is equal to എന്ത് വരും 2 ആണ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക 18 + 2 that is equal to 20. നമുക്ക് 20 തന്നെ കിട്ടിയല്ലോ. പിന്നെ എന്താണ് കണ്ടീഷൻ എന്താണ് 0 <= ലെസ് ദാൻ ആവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. എന്താണ് 2, 0 <= 2 എന്നത് 0-നേക്കാളും വലുതാണ്, 2 അല്ല 0-നേക്കാളും വലുതാണ്. നെക്സ്റ്റ് എന്താണ് <B ആയിരിക്കണം. ഇവിടെ ബി എന്ന് പറയുന്നത് 3 ആണ്. 3-നേക്കാളും ചെറുതാണ് 2. അപ്പോൾ ഈ കണ്ടീഷനും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഫോർമുലയാണെന്നത് A is equal to BQ + R. ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, 2 പോസിറ്റീവ് നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് യൂക്ലിഡ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് ബോർഡ് പരീക്ഷയിൽ നിങ്ങൾക്ക് ലെമ എഴുതാൻ വരാം, അല്ലെങ്കിൽ എന്താണ് HCF കണ്ടെത്താനൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബോർഡ് എക്സാമിന്. ഇനി നമുക്ക് ഹോംവർക്കുകൾ നോക്കാം. ഇന്നത്തേലുള്ള ഞാൻ തരാൻ പോകുന്ന ഹോംവർക്ക് 56 and 72 ഹോംവർക്കാണ്. ഹോംവർക്ക് എന്താണ് ഹോംവർക്ക്, ഫൈൻഡ് ദി HCF of 56 and 72 using Euclid's lemma. ഓക്കെ, നമ്മൾ ആൻസർ എന്ത് ചെയ്യുക, റൈറ്റ് യുവർ ആൻസർ ഇൻ ദ കമൻറ്റ് ബോക്സ്. കമൻറ്റ് ബോക്സിൽ ആൻസർ ഇട്ടാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് വരാം. നിങ്ങൾക്ക് ഡൗട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെന്താണ് ഈ ആൻസറും നിങ്ങൾക്ക് എന്താണ് ആൻസർ കറക്റ്റ് ആണെങ്കിൽ കിട്ടിയത് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.